Jingle bell, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. എല്ലാവരും ക്രിസ്മസ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? പലർക്കും ഇപ്പോൾ എക്സാം നടക്കുകയായിരിക്കും, എക്സാം ടൈം ആണല്ലോ. അപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും, ട്രാവൽ ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കാനും ഒക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അധിക ദൂരം ഇല്ലല്ലോ, ഇനി എത്തി ക്രിസ്മസ് അല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്റ്റോറി ആയിട്ടാണ്. ഓക്കെ, പുറത്ത് നല്ല മഴയാണ്, മഴയുടേതായ ഒരു വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ പണി നടക്കുവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട, ആ ഡിസ്റ്റർബൻസ് ഒന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഞാനൊരു ക്രിസ്മസ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാന്റയുടെ സ്റ്റോറിയും സ്നോമാൻ്റെ സ്റ്റോറിയൊക്കെ ആർക്കാ ഇഷ്ടപ്പെടാത്ത? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാന്റയുടെ സ്റ്റോറിയുമായിട്ടാണ്, ഒരു കുഞ്ഞു സ്റ്റോറി. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ്. നമ്മൾ സ്റ്റോറി കേൾക്കുമ്പോൾ കഥ കേൾക്കാൻ മാത്രമല്ല, പുതിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കുക കൂടി വേണം. ഓക്കെ, എന്നാ വന്നോ, നമുക്ക് കഥ കേട്ടിട്ട് വരാം. Max and the Magical Christmas. Once upon a time, in a small town nestled in the heart of the snowy mountains, there lived a boy named Max. ഒരിടത്ത് ഒരു ചെറിയ ടൗണിൽ നെസിൽഡ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സ്നോവി മൗണ്ടെയ്ൻസ്, സ്നോവി മൗണ്ടെയ്ൻസിന് ഇടയ്ക്ക് ലൈ ചെയ്യുന്ന, അതാണ് നെസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ദർ ലിവ്ഡ് എ ബോയ് നെയ്മഡ് മാക്സ്. മാക്സ് എന്നുള്ള ഒരു ബോയ്, മാക്സ് എന്ന പേരുള്ള ഒരു ബോയ് താമസിച്ചിരുന്നു. മാക്സ് വാസ് ആൻ അഡ്വഞ്ചറസ് ആൻഡ് ക്യൂറിയസ് ബോയ് ഹു ലവ് ടു എക്സ്പ്ലോർ ദ വിന്റർ വണ്ടർലാൻഡ് അറൌണ്ട് ഹിം. മാക്സ് എങ്ങനത്തെ ബോയ് ആയിരുന്നു? വളരെ അഡ്വഞ്ചറസും ക്യൂറിയസുമായിട്ടുള്ള ബോയ് ആയിരുന്നു. He was especially excited for the Christmas this year, as he had heard that Santa Claus was planning to visit his town on Christmas Eve. അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ഈ ക്രിസ്മസിന് അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? അവൻ കേട്ടു സാന്റാക്ലോസ് ഈ ക്രിസ്മസ് ഈവിന് അവൻ്റെ ടൗൺ വിസിറ്റ് ചെയ്യുന്നു എന്ന്. On the night before Christmas, Max and his family gathered round the fireplace to sing carols and tell stories. ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി മാക്സും അവൻ്റെ ഫാമിലിയും ഫയർപ്ലേസിന് ചുറ്റും ഗ്യാദർ ചെയ്തു. എന്തിനു വേണ്ടി? ടു സിങ് കരോൾസ്, കരോൾ പാടാനും കഥകൾ പറയാനും വേണ്ടിയിട്ട് ഗ്യാദർ ചെയ്തു. മാക്സ് വാസ് സോ എക്സൈറ്റഡ് ദാറ്റ് ഹി കുഡ് ബെയർലി സ്ലീപ്പ്. മാക്സ് വളരെ എക്സൈറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് അവന് നേരെ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. As soon as the sun rose on Christmas morning, he jumped out of bed and ran downstairs to see what Santa had brought him. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയതേയുള്ളൂ, ഉടനെ തന്നെ അവൻ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി താഴേക്ക് ഓടി. എന്താണ് സാന്റ അവന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. To his surprise, he found a note from Santa sitting on the fireplace mantle. മാൻറ്റിൽ ആണ് ഇവിടെ, മാൻറ്റിൽ അല്ലാട്ടോ, MANTEL ആണ്, മാൻറ്റിൽ ആണ്. മാൻറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോൾഡ് കൺട്രീസിലൊക്കെ ഫയർ പ്ലേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് മേളിൽ ഒരു ചെറിയ ഷെൽഫ് ഉണ്ടാവും ഈ തിങ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്, അതാണ് ഫയർ പ്ലേസ് മാൻറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് കണ്ടു? സാന്റയുടെ ഒരു നോട്ട് കണ്ടു. The note said that Santa had been unable to deliver all of the presents to the town due to a snowstorm and he needed Max's help. എന്തായിരുന്നു നോട്ടിൽ? സാന്റയ്ക്ക് കംപ്ലീറ്റ് ഗിഫ്റ്റ്സ് ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല, സ്റ്റോം കാരണം അല്ലേ, സ്റ്റോം കാരണം ഗിഫ്റ്റ്സ് എല്ലാം ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഹി നീഡഡ് മാക്സ് ഹെൽപ്പ്, മാക്സിൻ്റെ ഹെൽപ്പ് ആവശ്യമാണെന്നുള്ളതായിരുന്നു ആ നോട്ടിൽ പറഞ്ഞിരുന്നത്. Max was thrilled at the thought of helping Santa and immediately set off into the snowy forest to find him. മാക്സ് ഭയങ്കര ത്രില്ലടിച്ചു, എന്ന് വെച്ചാൽ സാന്റയെ ഹെൽപ്പ് ചെയ്യുകയല്ലേ, അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്നോവി ഫോറസ്റ്റിലേക്ക് സാന്റയെ കണ്ടെത്താൻ വേണ്ടി അവൻ പോയി. ആസ് മാക്സ് ട്രഡ്ജ് ത്രൂ ദി സ്നോ, ഹി എൻകൗണ്ടേർഡ് മെനി ഒബ്സ്റ്റക്കിൾസ്. ആസ് മാക്സ് ട്രഡ്ജ്, എന്താണ് ട്രഡ്ജ് എന്ന് പറയുന്നത്? ഈ സ്നോയിൽ കൂടി നടക്കുന്ന ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ ഭയങ്കര എക്സോസ്റ്റഡ് ആയി പതിയെ ഇങ്ങനെ നടക്കുന്നതിനെയാണ്
ട്രഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആസ് മാക്സ് ട്രഡ്ജ് ത്രൂ ദ സ്നോ ഹി എൻകൗണ്ടേർഡ് മെനി ഒബ്സ്റ്റക്കിൾസ്. എന്താണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്? പല ബാഡ് എക്സ്പീരിയൻസ്, ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഫേസ് ചെയ്യുക, അതിനെയാണ് എൻകൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻകൗണ്ടേർഡ് മെനി ഒബ്സ്റ്റക്കിൾസ്. He had to cross a frozen river, climb over a treacherous mountain and brave a pack of wild wolves. എന്തൊക്കെ ചെയ്തു? ക്രോസ് എ ഫ്രോസൺ റിവർ ക്രോസ് ചെയ്യണമായിരുന്നു. ക്ലൈംബ് ഓവർ എ ട്രെച്ചറസ് മൗണ്ടൻ. ട്രെച്ചറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേഞ്ചർ, അങ്ങനെയുള്ള മൗണ്ടെയിൻസ്, അതാണ് ട്രെച്ചറസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മൗണ്ടെയിൻ ആൻഡ് ബ്രേവ് എ പാക്ക് ഓഫ് വൈൽഡ് വൂൾസ്. വൈൽഡ് വൂൾസിനെ ഫേസ് ചെയ്യേണ്ടി വന്നു, അതിനെ നേരിടേണ്ടി വന്നു. ബട്ട് മാക്സ് വാസ് ഡിറ്റർമിൻഡ് ടു ഹെൽപ്പ് സാന്റ ആൻഡ് ഹി പുഷ്ഡ് ഓൺ ഡെസ്പൈറ്റ് ദ ചലഞ്ചസ്. പക്ഷെ മാക്സിന് ഒരു തീരുമാനമുണ്ടായിരുന്നു അല്ലേ, സാന്റയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഹി പുഷ്ഡ് ഓൺ ഡെസ്പൈറ്റ് ദ ചലഞ്ചസ്. പുഷ്ഡ് ഓൺ എന്താണ്? ജേണി, കണ്ടിന്യൂ ദ ജേണി എന്നുള്ളതാണ് പുഷ്ഡ് ഓൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചലഞ്ചസ് ഉണ്ടായെങ്കിൽ ആ ജേണി കണ്ടിന്യൂ ചെയ്തു. Finally, after hours of searching, Max stumbled upon Santa's workshop. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാക്സ് സ്റ്റംപിൾഡ് അപ്പോൺ. എന്താണ് സ്റ്റംപിൾഡ് അപ്പോൺ? വളരെ ആക്സിഡൻ്റലി ആരെങ്കിലും കാണുന്നതിനെയോ അല്ലെങ്കിൽ ടു ഡിസ്കവർ സംതിങ്, എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കുന്നതിനെയാണ് സ്റ്റംപിൾഡ് അപ്പോൺ എന്നുള്ള ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ സ്റ്റോറിയിൽ നമ്മൾ സ്റ്റംപിൾഡ് ഓവർ എന്നുള്ള ഫ്രേസ് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതെന്താണ്? തട്ടിത്തടഞ്ഞ് വീഴുക എന്നുള്ളത്. ഇത് സ്റ്റംപിൾഡ് അപ്പോൺ. മാക്സ് സ്റ്റംപിൾഡ് അപ്പോൺ സാന്റാസ് വർക്ക്ഷോപ്പ്. Santa was busy trying to fix his sleigh, which had been damaged in the snowstorm. അപ്പോൾ സാന്റ വളരെ ബിസി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ലേ റിപ്പയർ ചെയ്യുന്ന, സ്നോ സ്റ്റോമിൽ ഡാമേജ് ആയ സ്ലേ റിപ്പയർ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. മാക്സ് ഓഫേർഡ് ടു ഹെൽപ്പ് ആൻഡ് ടുഗെദർ ദേ വർക്ക് ടു റിപ്പയർ ദ സ്ലേ. മാക്സ് പറഞ്ഞു ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി സ്ലേ റിപ്പയർ ചെയ്തു. ആസ് ദേ വർക്ക്, മാക്സ് നോട്ടീസ് ദാറ്റ് Santa was struggling to keep up with all the presents that needed to be delivered. അപ്പോൾ ഈ റിപ്പയർ ചെയ്യുന്നതിനിടയ്ക്ക് സാന്റയെ ശ്രദ്ധിച്ചു മാക്സ് അല്ലേ? ഒരുപാട് സാന്റ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ അവന് തോന്നി. മാക്സ് ഹാഡ് ആൻ ഐഡിയ ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ദേ യൂസ് ഹിസ് സ്ലെഡ് ടു ഹെൽപ്പ് ഡെലിവർ ദ പ്രസൻസ്. അപ്പോൾ അങ്ങനെ എന്ത് സജസ്റ്റ് ചെയ്തു മാക്സ്? അവൻ്റെ സ്ലെഡ് എടുത്തുകൊണ്ട് പോകാം, ഈ പ്രസൻസ് ഡെലിവറി ചെയ്യാൻ വേണ്ടി അവൻ്റെ സ്ലെഡ് യൂസ് ചെയ്യാമെന്ന് സാന്റയോട് സജസ്റ്റ് ചെയ്തു. Santa was grateful for the suggestion and together they set off to deliver the presents to all the good boys and girls in the town. അങ്ങനെ അവർ, സാന്റയ്ക്ക് ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ ആ സ്ലെഡ് എടുത്തുകൊണ്ട്, മാക്സിൻ്റെ സ്ലെഡ് എടുത്തുകൊണ്ട് അവർ നല്ല ബോയ്സിനും ഗേൾസിനും പ്രസൻറ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി അവർ ടൗണിലേക്ക് പോയി. As the sun rose on Christmas morning, Max and Santa returned to the workshop, exhausted but happy. അപ്പം സൂര്യൻ ഉദിച്ച് നല്ല രാവിലെ ആയപ്പോഴേക്കും മാക്സും സാന്റയും കൂടി തിരിച്ച് വർക്ക്ഷോപ്പിലെത്തി. എക്സോസ്റ്റഡ് ബട്ട് ഹാപ്പി. എക്സോസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ടയേർഡായി, പക്ഷേ വളരെ സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. മാക്സ് ഹാഡ് സക്സസ്ഫുള്ളി ഹെൽപ്ഡ് സാന്റ ഡെലിവർ ഓൾ ദ പ്രസൻസ് ആൻഡ് ഹി വാസ് ഹെയിൽഡ് ആസ് എ ഹീറോ ബൈ ദ എൻറ്റയർ ടൗൺ. അപ്പം സാന്റയെ ഹെൽപ്പ് ചെയ്യുന്നതിൽ മാക്സ് വിജയിച്ചു അല്ലേ? അങ്ങനെ അവൻ അവിടുത്തെ ഹീറോ ആയി, ആ ടൗണിലെ ഹീറോ ആയി. From that day on, Max was known as the bravest and most helpful boy in the town, and he was forever grateful for the adventure he had on that magical Christmas Eve. അപ്പം അന്ന് മുതൽ മാക്സ് അവിടുത്തെ വളരെ ഏറ്റവും ധൈര്യശാലിയായ, ഏറ്റവും മിടുക്കനായ, സാമർഥ്യക്കാരനായ, ബ്രേവസ്റ്റ് ആയിട്ടുള്ള ബോയ് ആയിട്ട് അറിയപ്പെട്ടു. ആൻഡ് ഹി വാസ് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദ അഡ്വെഞ്ചർ അല്ലേ? അഡ്വെഞ്ചർ കാരണമാണ് അവനെ അങ്ങനെ ടൗൺ അംഗീകരിച്ചത് അല്ലേ? അതുകൊണ്ട് ഹി വാസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ അഡ്വെഞ്ചർ ഹി ഹാഡ് ഓൺ ദാറ്റ് മാജിക്കൽ ക്രിസ്മസ് ഈവ്. ആ ക്രിസ്മസ് ഈവിൽ ഉണ്ടായിരുന്ന അഡ്വെഞ്ചറിന് അവൻ സന്തോഷത്തോടെ ഓർത്തു. അവൻ വളരെ താങ്ക്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കഥ കേട്ട് കഴിഞ്ഞല്ലോ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്? എല്ലാവരും നല്ല കുട്ടികളായി നന്നായി പഠിച്ച് എക്സാംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കുക കേട്ടോ ക്രിസ്മസ് ഒക്കെ. ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടിരിക്കുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.